നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ജൂൺ 1 മുതൽ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് ഇവർക്ക് ഭവിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് വരെ അനുഭവിച്ച കഷ്ടപ്പാടുകളും ജീവിതയാതനകളും ഒക്കെ മാറി മറിയുവാനായിട്ട് പോവുകയാണ്. ജൂൺ 1 മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഏറെ ഭാഗ്യമാണ്. രക്ഷപ്പെടുവാനായിട്ട് ഉത്തമ സമയം കൂടിയാകുന്നു. അതിനായിട്ട് കുറച്ച് നക്ഷത്ര ജാതകരാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകരാണ്. അതായത് ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ. ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ കാലമാണ്. എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പ്രധാന ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ മാറി ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഭാഗ്യം കടന്നു വരുമെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു ജീവിതം നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ മുന്നിൽ അപമാനിതരാകേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയാണ് ഈശ്വരൻ നിങ്ങളെ ഉയർത്തുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവുമാകട്ടെ അതെല്ലാം തക്ക സമയത്ത് സാധിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. വിദേശയാത്രായോഗവും അതുപോലെ തന്നെ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുവാനും എന്നുള്ളതൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്ര ജാതകരാണ്. തീർച്ചയായിട്ടും സ്വന്തമായ ഒരു വീട് വയ്ക്കുവാനുള്ള യോഗവും അതുപോലെ പ്രതിസന്ധികൾ മാറി രക്ഷപ്പെടുവാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനുമൊക്കെ നിങ്ങളെക്കൊണ്ട് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷെ പല സമയത്തും നിങ്ങൾ സഹായിക്കുന്ന ആ സഹായം ചിലർക്കെങ്കിലും ദോഷമായി ഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ധാരാളം തിരിച്ചടികൾ സമ്മാനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രം മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്ത 3 നക്ഷത്ര ജാതകർ ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്ര ജാതകരാകുന്നു. അപ്രതീക്ഷിതമായി ഈ ജൂൺ മാസം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതവും അതുപോലെ കാര്യസാധ്യം, സന്താനഭാഗ്യം, കുടുംബത്തിലെ സമാധാനം, കടഭാരങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയൊക്കെയാണ്. ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോയി അല്ലെങ്കിൽ തകർന്നു പോയി എന്ന് ചിന്തിക്കുമ്പോഴും ഈശ്വരാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അടുത്ത നക്ഷത്ര ജാതകർ മകം, പൂരം, ഉത്രം എന്നിവരാണ്. ഇവർ ഒരുപാട് വേദനകൾ അനുഭവിച്ചതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ വളരെയധികം കഷ്ടതകളിലൂടെ കടന്നു പോയവരാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആശയങ്ങളുണ്ടാകും, അത് വിജയത്തിലേക്ക് എത്തും. സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുകൂല അവസ്ഥയിലേക്ക് തന്നെ എത്തും. ആഗ്രഹിച്ചതുപോലെ സ്ഥലമോ വീടോ അതുപോലെ പുത്രഭാഗ്യമോ വീട്ടിൽ പൊരുത്തക്കേടുകളോ ഒക്കെ മാറുവാനായിട്ട് വളരെയധികം അനുഗ്രഹമാണ്. ഇനി അടുത്ത നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമാണ് ഈശ്വരൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഫലം എന്ന് പറയുന്നത്. നിങ്ങളെ ഇതുവരെ കണ്ണുനീരിൽ ആഴ്ത്തിയവർക്കൊക്കെ തക്കതായ മറുപടി ലഭിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ ശുഭ പ്രതീക്ഷ ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു വരുന്ന ജൂൺ 1 മുതൽ വളരെയധികം സൗഭാഗ്യങ്ങളിലേക്ക് എത്തുവാൻ പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകരെന്ന് പറയുന്നത്. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.